ബിൽഡിംഗ് ബ്രിഡ്ജസ്, ദ ഇന്ത്യ GCC ട്രേഡ് ബ്രേക്ക് ത്രൂ. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും 5000 വർഷത്തിലേറെയായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ആ പുരാതന ബന്ധത്തിന് അത്യാധുനികവും ആധുനികവുമായ ഒരു പരിഷ്കാരം ലഭിക്കുകയാണ്. 2026 ഫെബ്രുവരി 5-ന് ഇന്ത്യയും ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവ ഉൾപ്പെടുന്ന ഗൾഫ് സഹകരണ കൗൺസിലും ഒരു വലിയ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള നിബന്ധനകളിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചു. എന്താണ് ഈ നിബന്ധനകൾ? കഠിനമായ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചർച്ച ചെയ്യണം, എത്ര സമയമെടുക്കും, അന്തിമ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നിർവചിക്കുന്ന ഒരു നിയമപുസ്തകം അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന്റെ ബ്ലൂ പ്രിന്റ് ആയി ഇതിനെ കരുതാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം GCC ഇതിനകം തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. ഉഭയകക്ഷി വ്യാപാരം അടുത്തിടെ $178.56 ബില്യൺ എത്തി നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പരീക്ഷകൾക്ക് ഇത് പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമതായി, ഇത് ഊർജ്ജ സുരക്ഷയെക്കുറിച്ചാണ്. നമ്മുടെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ക്രൂഡ് ഓയിലും ഗ്യാസും വലിയൊരു ഭാഗം ഇന്ത്യക്ക് ലഭിക്കുന്നത് ഈ മേഖലയിൽ നിന്നാണ്. രണ്ടാമതായി, ഇത് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തെക്കുറിച്ചാണ്. നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവ കയറ്റുമതി ചെയ്യുന്നു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലുള്ള നികുതിയായ താരിഫുകൾ വെട്ടിക്കുറയ്ക്കാൻ ഈ കരാർ ലക്ഷ്യമിടുന്നു. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഗൾഫിൽ വില കുറഞ്ഞതും കൂടുതൽ മത്സരക്ഷമതയുള്ളതുമാക്കും. IT, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ സേവനങ്ങളിലെ വ്യാപാരത്തെയും നമ്മൾ ഉറ്റുനോക്കുന്നു. അവിടെ നമ്മുടെ യുവ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കണ്ടെത്താനും. ഇത് വെറും പണത്തെക്കുറിച്ച് മാത്രമല്ല, അവിടെ താമസിക്കുന്ന 1 കോടിയിലധികം ഇന്ത്യക്കാരെക്കുറിച്ചും അവർ നാട്ടിലേക്ക് അയക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വിദേശ വിനിമയത്തെക്കുറിച്ചും കൂടിയാണ്. ഈ കരാറിൽ ഒപ്പിടുന്നതിലൂടെ ഇന്ത്യ വെറും ഇന്ധനം വാങ്ങുന്ന രാജ്യം എന്നതിലുപരി സാങ്കേതിക വിദ്യയിലും നിക്ഷേപത്തിലും ഒരു തന്ത്രപ്രധാനമായ പങ്കാളിയായി മാറുകയാണ്. ലോകം ഇത്രയധികം സാമ്പത്തിക അനിശ്ചിതത്വം നേരിടുമ്പോൾ ഈ ബ്ലൂ പ്രിന്റ് സ്ഥിരതയുടെയും വളർച്ചയുടെയും സൂചനയാണ്.